നമസ്കാരം. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പിതൃത്വം അവകാശപ്പെടുന്നവരെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യമാണ്. 1980-ലാണ് കർഷക തൊഴിലാളി പെൻഷൻ ചരിത്രത്തിലാദ്യമായി നടപ്പിലാക്കുന്നത്. അന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെയാണ് അത് നടപ്പിലാക്കിയത്. അന്ന് കോൺഗ്രസിന്റെ നിലപാടെന്തായി? സഭാരേഖകളിലേക്ക് തന്നെ പോകാം. 1980 മാർച്ച് മാസം 26 സഭാരേഖ ബഡ്ജറ്റ് പ്രഭാഷണത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ നടത്തിയ പ്രസംഗത്തിൽ ഇത് സംബന്ധിച്ച് പറയുന്ന ഭാഗം ഞാൻ വായിക്കും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്താൽ പെൻഷൻ കിട്ടും. സൂക്ഷിച്ചോളൂ, ഇത് പ്രായോഗികമല്ലാത്ത പദ്ധതിയാണ്. പെൻഷൻ കൊടുക്കണമെങ്കിൽ 7.5 കോടി രൂപ മതിയോ? സാമ്പത്തികമായി തകരുന്ന ഈ സ്റ്റേറ്റിൽ ഇത്തരം മത്താപ്പ് കത്തിച്ച് ജനങ്ങളെ വഞ്ചിച്ചാൽ വഞ്ചിക്കപ്പെടുന്ന ജനങ്ങളല്ല കേരളത്തിലെ ജനങ്ങളെന്നും ഇന്നല്ലെങ്കിൽ നാളെ അതിനു പകരം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ കർഷക തൊഴിലാളി പെൻഷൻ അപ്രായോഗികമാണെന്നും ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള മത്താപ്പ് ആണെന്നും പറഞ്ഞ നേതാവിന്റെ പേരാണ് ശ്രീ കെ കരുണാകരൻ. അങ്ങനെ നിലപാടെടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സഭാരേഖകൾ സാക്ഷി.